ആ ഗോപിയല്ല ആശാനെ ഈ ഗോപി. ഗോപിയെ ചുറ്റിപ്പറ്റിയാണ് സോഷ്യൽ മീഡിയയിലെ ഇന്നത്തെ ചൂടൻ ചർച്ചകൾ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങണമെന്നാവശ്യപ്പെട്ട് കലാമണ്ഡലം ഗോപിയെ ചിലർ സമീപിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവന്നതോടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപയാണ് അച്ഛനെ സ്വാധീനിക്കാൻ പല VIP-കളും എത്തിയെന്ന വെളിപ്പെടുത്തൽ FB പോസ്റ്റിലൂടെ നടത്തിയത്. BJPക്കും കോൺഗ്രസിനും വേണ്ടി ആരും വീട്ടിൽ കയറരുതെന്ന് ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ചർച്ചകൾ ചൂടുപിടിച്ചതോടെ രഘു പിൻവലിച്ചു. തന്റെ കുടുംബവുമായി അടുപ്പമുള്ള ഒരു പ്രശസ്ത ഡോക്ടർ സുരേഷ് ഗോപിക്കായി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു രഘു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് മനസ്സിലാക്കൂ എന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുതെന്നും രഘു ഓർമ്മിപ്പിച്ചു. കലാകാരൻ എന്ന നിലയിൽ കലാമണ്ഡലം ഗോപിക്ക് പിന്തുണ അറിയിച്ചും രാഷ്ട്രീയത്തിലെ സുരേഷ് ഗോപിയെ വിമർശിച്ചും പോസ്റ്റുകൾ ചേരിതിരിഞ്ഞു. പ്രലോഭനങ്ങളിൽ നട്ടെല്ല് വളയ്ക്കാത്ത ആളാണ് ഗോപിയാശാനെന്നും ലോകത്തെ ഏത് വജ്രത്തെക്കാളും തിളക്കം ആ മനുഷ്യനുണ്ടെന്നും മന്ത്രി വീണ ജോർജിന്റെ FB പ്രതികരണം. ഏതൊരു മനുഷ്യന്റെയും മൂല്യത്തെ അളക്കാൻ ഒരു പാർട്ടിയും വളർന്നിട്ടില്ലെന്നും വേണ്ടെന്നു പറഞ്ഞാൽ അവിടെ പോകാതെ മാറി നിൽക്കാനുള്ള ഇച്ഛാശക്തിയാണ് വേണ്ടതെന്നും സൈനുദ്ദീൻ ഫേസ്ബുക്ക് കമന്റായി പറയുന്നു. ഗോപിയാശാൻ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഒരുപക്ഷെ സ്വീകരിച്ചിരുന്നതെങ്കിൽ വെട്ടുക്കിളിക്കൂട്ടം കണക്കെ ആക്രമിക്കുമായിരുന്ന CPIM സൈബർ സെൽ കൂട്ടങ്ങൾ കലാമണ്ഡലം ഗോപിയെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നുണ്ടിപ്പോൾ. പകരം മറുവശത്ത് സംഘപരിവാർ കലാമണ്ഡലം ഗോപി എന്ന മഹത്തായ കലാകാരനെ താറടിച്ചും അന്തം കമ്മിയാക്കിയും ആക്രമണം തുടരുകയാണ്. വിഷയം പോസ്റ്റുകളിൽ മാത്രം ഒതുങ്ങാതെ ട്രോളന്മാരും ഏറ്റെടുത്തു. സുരേഷ് ഗോപിയെ തേച്ചതിൽ പ്രതിഷേധിച്ച് ഗോപിയാശാന്റെ കല്യാണ സൗഗന്ധികം കണ്ടെത്താൻ CBI എത്തണമെന്നും ആശാനെ പൂട്ടാതെ സംഘികൾ പിന്നോട്ടില്ലെന്നും ട്രോളുകൾ. പ്രശസ്ത ഡോക്ടർ തന്റെ പിതാവിനോട് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞെന്നും കലാമണ്ഡലം ഗോപി അത് നിരസിച്ചെന്നുമാണ് രഘു പറയുന്നത്. ആവശ്യം നിരസിച്ചതിനു പിന്നാലെ ഡോക്ടർ ആശാന് പത്മഭൂഷൺ കിട്ടേണ്ടയെന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും രഘു വെളിപ്പെടുത്തി. അങ്ങനെ ഇപ്പോൾ തനിക്ക് പത്മഭൂഷൺ കിട്ടേണ്ടെന്നായി കലാമണ്ഡലം ഗോപി. ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിച്ചതിന്റെ പേരിൽ അത് നിരസിച്ചതിന്റെ പേരിൽ എത്ര ബാലിശമായ വാദങ്ങൾ നിരത്തിയാണ് ഒരു കലാകാരനെ ആക്രമിക്കുന്നതെന്ന് നോക്കൂ. കഥകളിയിലൂടെ കേരളത്തെ ലോക നെറുകയിലെത്തിച്ച കലാമണ്ഡലം ഗോപിയുടെ മഹത്തായ സംഭാവനകൾ എത്ര പെട്ടെന്നാണ് ഒരു വിഭാഗത്തിന്റേത് മാത്രമായത്. എത്ര വേഗത്തിലാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ കലാകാരനെ താഴ്ത്തിക്കെട്ടുന്നത്. ഇനിയിപ്പോൾ കലാമണ്ഡലം ഗോപി പത്മഭൂഷൺ സ്വീകരിക്കുമോ തള്ളിക്കളയുമോ എന്ന് കാണാനും കാത്തിരിക്കും ഈ സൈബറിടങ്ങൾ.